നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് വാഗ്ദത്തം നൽകിയിട്ടുള്ള അവസാന കാലത്തെ ഉണർവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഉണർവ് നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി വ്യക്തിപരമായിട്ട് ഉണർവുണ്ടാകണം, അടുത്തതായി കുടുംബങ്ങളിൽ ഉണർവുണ്ടാകണം. ഇങ്ങനെയുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് കർത്താവ് ഈ നല്ല വീട് എന്ന പരിപാടി തുടങ്ങി നടത്തിക്കൊണ്ടുവരുന്നത്. ഓരോ ആഴ്ചയും ഈ പരിപാടിയിലൂടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിനായി ഞങ്ങൾ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നേ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് സമീപിച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായാലും അത് അകറ്റി നിങ്ങൾക്ക് സന്തോഷം നൽകാൻ കർത്താവ് സർവശക്തനാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം. Hey! എന്തിനാ ഇപ്പൊ കുറച്ചു നാളായിട്ട് ദേഷ്യം വരുന്ന രീതിയിലല്ല നടക്കുന്നത്. സ്വപ്നം കാണുന്നു അങ്ങനെ തന്നെയാ. എടാ രമേശേ, നീ ഇപ്പോഴും കിടന്ന് ഉറങ്ങാണോ? എത്ര നേരായിട്ട് ഞാൻ വിളിക്കുക. എന്തിനാ ഒച്ച വയ്ക്കുന്നേ? ഞാൻ ഉണർന്നിരിക്കല്ലേ. നീയാടാ ഒച്ച വെക്കുന്നേ? വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങിയല്ലോ. ഇതൊന്നും അത്ര ശരിയല്ല പറഞ്ഞ. എന്നെ ആരും ഉപദേശിക്കണ്ട. ഞാനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ചേട്ടാ, മധുരം കുറച്ചൊരു ലെമൺ ടീ. ശരി. നീ തിരുവനന്തപുരത്ത് നിന്ന് എപ്പോഴാ വരുന്നത്? ഞാൻ 2 ദിവസത്തിനുള്ളിൽ വരുവാടാ. ഒന്ന് പെട്ടെന്ന് വാടാ. നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഒരു രസവും ഇല്ലടാ. 2 ദിവസമല്ലേ, നീ ഒന്ന് ക്ഷമിക്ക്. മധുരം കുറച്ചല്ലേ ചോദിച്ചത്, ഇതിന് മുഴുവൻ വാരിട്ടിങ്ങനെ തന്നിരിക്കണോ? സോറി അനിയ, ചായ മാറിപ്പോയി. വേറെ ചായ ഇട്ട് തരാം. ചായ മാറിപ്പോയെന്നോ? എന്നെ വായിന്ന് കേക്കണ്ട. നീ പറ. എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒരു ചായയുടെ കാര്യല്ലേ, നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ശരിയടാ, നീ ഫോൺ വെക്കേ. സാറേ ചായ.
സോറി ഏട്ടാ, ഞാൻ എന്തോ ഒരു ദേഷ്യത്തിലങ്ങ് സംസാരിച്ചു പോയതാ. സാരമില്ല. അനിയ, നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ കളിപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ കൈ തരാൻ കാശില്ല. നീ ഒന്നും തരണ്ടാന്നേ. ഞാൻ നിനക്ക് തരാനില്ലേ, അതിലങ്ങ് കുറച്ചാ മതി. പെണ്ണിന്റെ വീട്ടിലൊക്കെ അന്വേഷിച്ചു. നല്ല കുടുംബമാ, നല്ല ആൾക്കാരാ. എനിക്കിപ്പോഴും ജോലിയൊന്നുമില്ലെന്ന് അവരോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞല്ലോ, ചെറുക്കന് സ്ഥിരമായിട്ട് ജോലിയില്ലെന്ന്. സാരമില്ലെന്നാ പറഞ്ഞത്. എനിക്ക് ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിക്കുകയാണെന്ന് ആ പെണ്ണിന്റെ വീട്ടിലങ്ങ് പറഞ്ഞല്ലേ? എന്താന്നോടോ താനെന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങളല്ലേ എന്നെ നാണം കെടുത്തി സംസാരിച്ചത്? ഞാൻ എപ്പോഴാടോ അങ്ങനെയൊക്കെ പറഞ്ഞത്? ചെറുക്കൻ ജോലി അന്വേഷിച്ചോണ്ടിരിക്കുക, വേഗം തന്നെ കിട്ടുമെന്നാ ഞാൻ പറഞ്ഞത്. കൂടുതൽ സംസാരിക്കണ്ട. തന്നെ പറ്റി എനിക്ക് അറിയാവുന്നതല്ലേ. കാശിന് വേണ്ടി എന്ത് പണി വേണമെങ്കിലും ചെയ്യും. എന്തോന്നാ രമേശേ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ഞാനെന്താ അത്രയ്ക്ക് മോശക്കാരനാണോ? ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്താ രമേശ്, എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അനിയ, ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. നീ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. എന്തു പറ്റി നിനക്ക്? അങ്കിൾ, മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. അവൻ എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്നാ ശരി. ചേച്ചി, ഈ അടുത്തിടെ ഞാൻ രമേശിനെ കണ്ടിരുന്നു. അവൻ ആകെ മാറിപ്പോയി ചേച്ചി. എന്താ സുബി, രമേശിന് എന്തു പറ്റി? അവനെ ഞാൻ എപ്പോഴും ഒരു പാവമായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ആ ബ്രോക്കറിനോട് വളരെയധികം ദേഷ്യപ്പെടുന്ന കണ്ടു. മുഖം കാണുമ്പോ തന്നെ നമുക്ക് പേടി വരുമായിരുന്നു. രമേശാണോ അങ്ങനെ പെരുമാറിയത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും അതുപോലെ ചേച്ചി. ചേച്ചി അവനോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറില്ലേ? ചേച്ചി സംസാരിക്കുന്നത് കൊണ്ട് അവന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തു പറ്റിയെന്നറിയില്ല. ചേച്ചി ഒന്ന് സംസാരിച്ചു നോക്കുവോ? ഞാൻ സംസാരിക്കാം, വരട്ടെ. ഞാൻ അറിഞ്ഞതൊക്കെ സത്യാണോ രമേശ്? എന്താന്നറിയില്ല ചേച്ചി. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്ന അറിയില്ല. ഇപ്പൊ കുറച്ചുനാളായിട്ട് എന്ത് നോക്കിയാലും ആരെങ്കിലും സംസാരിച്ചാലും ദേഷ്യമാ വരുന്നത്. അവരുടെ ചൂടാവും, പിന്നെ അഴിഞ്ഞ് വിഷമിക്കും. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ചേച്ചി. നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിന്റെ സാഹചര്യം അങ്ങനെയായിപ്പോയി. നിനക്കൊരു ജോലിയില്ല, വിവാഹവും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നം തന്നെയാ. നീ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നീ അറിയാതെ തന്നെ നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നു. എല്ലാരും
രമേശിന്റെ മുഖം തന്നെ മാറിപ്പോയി എന്നാ പറയുന്നത്. മുഖത്ത് എപ്പോഴാ മാറ്റം ഉണ്ടാകുന്നെന്നോ? ദേഷ്യം വരുമ്പോഴാ. അതെ രമേശ്, എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ മുഖം കണ്ടാലറിയാം, പ്രസന്നത കാണില്ല, ഇരുണ്ട പോലെ തോന്നിക്കും. യഹോവ കയീനോട് നിന്റെ മുഖം വാടുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് കയീന്റെ മുഖം വാടിയതെന്നറിയാമോ? അവന് ദേഷ്യം തോന്നിയതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെയാ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും കോപം തണുക്കണമെന്ന് ബൈബിൾ പറയുന്നത്. യോനയോട് നിന്റെ ദേഷ്യം നല്ലതാണോ എന്ന് കർത്താവ് ചോദിച്ചു, അറിയാമോ? രമേശ്, ദേഷ്യം നല്ലതിനല്ല മോനെ. അത് നിനക്കും പ്രശ്നമാണ്, നിന്റെ ചുറ്റുമുള്ളവർക്കും അത് പ്രശ്നം തന്നെയാണ്. നീ നിന്റെ സാഹചര്യം നോക്കരുത്, നിന്റെ കഴിവില്ലായ്മയെയും ഇല്ലായ്മയെയും നോക്കരുത്. യേശുവിനെ നോക്ക് രമേശ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും കാണപ്പെടുന്ന ഈ ദേഷ്യം വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. രമേശ്, നിന്റെ മനസ്സിൽ ഈ സ്വഭാവത്തിന് ഒരിക്കലും ഇടം കൊടുക്കരുത്. ഹലോ, പറയൂ. ദാ ഇപ്പൊ വരാം. രമേശ്, ഞാൻ നിന്നോട് നാളെ സംസാരിക്കാം. തീർച്ചയായും സംസാരിക്കണം. ഇപ്പോ കോളേജിൽ നിന്നാ എനിക്ക് ഫോൺ വന്നത്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. ശരി ചേച്ചി, ഞാൻ വരട്ടെ. അനിയ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ബാക്കി കാശ് ഞാൻ വേഗം തന്നേക്കാം കേട്ടോ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്താ നിങ്ങൾ ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? അത് നിങ്ങൾക്ക് പ്രയോജനമായിരുന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുവാനായി സഹോദരി നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട നമ്മുടെ യേശുവിന്റെ നാമത്തിൽ ഈ നല്ല വീട് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോ ആഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വളരെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പലരും ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾ സത്യമായും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ദിവസേന നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ചില ഉപദേശങ്ങൾ, ഇവയൊക്കെ എത്ര പ്രയോജനപ്രദമാണെന്ന് അറിഞ്ഞ് കർത്താവിന്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. ഇന്നേ ദിവസം കർത്താവ് നമ്മോടെല്ലാവരോടും പറയുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേഷ്യം നല്ലതാണോ? മനുഷ്യരുടെ ഉള്ളിൽ കാണപ്പെടുന്ന എത്രയോ സ്വഭാവങ്ങളിൽ ഒന്നാണ് ദേഷ്യം. ആ ദേഷ്യം നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യത്തോടുകൂടി ഈ കാര്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലും ഇതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ 4-9 വചനങ്ങളിൽ യഹോവ യോനയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. 9-ാമത്തെ വചനവും നോക്കിയാൽ ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, ഇന്ന് കർത്താവ് നിങ്ങളോടും കൂടിയാണ് ഈ കാര്യം ചോദിക്കുന്നത്. നീ കോപിക്കുന്നത് വിഹിതമോ? ഏതോ ഒരു കാര്യത്തിൽ, ഏതോ ഒരു സംഭവത്തിൽ, എന്തോ ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കോപം കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, അത് നല്ലതാണോ എന്ന് ചോദിക്കുന്നു. ഇത് വിഹിതമോ? നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നോ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ മനുഷ്യനോട് ചോദിക്കുന്നത്? സങ്കീർത്തനങ്ങൾ 37:8 വായിച്ചു നോക്കുക.
കോപം കളക, അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. കോപം, അതായത് നീരസപ്പെടുന്ന സ്വഭാവം ഒരു മനുഷ്യനിലേക്ക് എന്താണ് കൊണ്ടുവരുന്നതെന്നോ ദുഷ്പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നു. അപ്പോൾ കോപം എന്ന് പറയുന്നത് കോപത്തിന്റെ മൂർധന്യം. അവനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്, അവന്റെ മുഖത്ത് നോക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വെറുപ്പിന്റെ മൂർധന്യാവസ്ഥയാണ് കോപം. ഈ കോപം എന്തിനെയാണ് കൊണ്ടുവരുന്നതെന്നോ, ഒന്നാമതായി ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഈ നീരസപ്പെടുന്ന സ്വഭാവം മറ്റൊരാൾക്കെതിരായി പ്രവർത്തിക്കും. എങ്ങനെയെങ്കിലും ഇവനെ എന്തെങ്കിലും ചെയ്യണം, എങ്ങനെയെങ്കിലും ഇയാളെ തറ പറ്റിക്കണം, അവനെ ഇല്ലാതാക്കണം എന്നൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് ഒരു പ്രേരണയുണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ. അപ്പോൾ ഈ കോപമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ അവരോടൊരു കയ്പ് മനോഭാവം, അവരെ കാണുമ്പോൾ ഒരു വെറുപ്പ്, അവരെ കാണുന്നത് ഇഷ്ടമല്ല, അവരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല, ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് കോപം. ഇതൊക്കെ ഒരു നല്ല സ്വഭാവമാണോ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യനോട് ചോദിക്കുകയാണ്, യോനയോടും അത് ചോദിച്ചു, ഇന്ന് യോന നീ കോപിക്കുന്നത് ശരിയാണോ, അത് നല്ല കാര്യമാണോ എന്ന്. ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ, നിങ്ങളോടും ഇന്ന് ഒരുപക്ഷെ കർത്താവ് ചോദിച്ചേക്കാം, നിങ്ങൾ ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിൽ ആരോടോ ഒരു വിദ്വേഷമുണ്ട്, ആരോടോ നിങ്ങൾക്കൊരു വെറുപ്പുണ്ട്. ഏതോ ഒരു കാര്യത്തിനായി, എന്നോ നടന്ന ഒരു കാര്യത്തിനായി, എന്നോ നടന്ന ഒരു സംഭവത്തിനായി ഇന്നും ആ നീരസത്തോടെ, കോപത്തോടെ, പകരം വീട്ടണമെന്നുള്ള ചിന്തയോടെ എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കണം, എങ്ങനെയെങ്കിലും അവരെ ശല്യപ്പെടുത്തണം, ഇങ്ങനെയുള്ളവരെ ഒരിക്കലും വിടാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുകയാണോ? കർത്താവ് ചോദിക്കുന്നു, ഇത് ശരിയാണോ, നല്ലതാണോ, നിനക്കിത് നല്ലതാണോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. ദേഷ്യപ്പെടുന്നത് ഒരിക്കലും നല്ല ഒരു സ്വഭാവമല്ല. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെന്നാണ് കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് അതാണ് ഇന്ന് ഇവിടെ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിലെ 34-ാം വചനം വായിച്ചു നോക്കിയാൽ, സ്ത്രീയോടുള്ള ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദേഷ്യം ഒരു മനുഷ്യനെ ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും, ക്രോധഹേതുവാകും. ക്രോധം എന്ന് വെച്ചാൽ എന്താണ്? ആര് പറഞ്ഞാലും, ആരെന്തു പറഞ്ഞാലും ശരി പോട്ടെ, അതെന്തിനാ ഊതി പെരുപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും കേൾക്കുകയില്ല. ആരെന്ത് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആ കാര്യം അങ്ങനെ വിടുകയില്ല എന്ന് പറഞ്ഞ് ആ ക്രോധം മറ്റൊരാളുടെ മേൽ കാണിക്കുന്നതാണത്. പ്രതികാരം ചെയ്യാനുള്ള ചിന്തയുണ്ടാകുന്നു, ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ തോന്നും, ക്രോധഹേതുവാകുന്നു, പകരം വീട്ടണമെന്നുള്ള ചിന്തയുണ്ടാകുന്നു. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഈ കോപം നിനക്ക് വേണോ എന്ന് നമ്മോട് ചോദിക്കുന്നു. മുൻപൊരിക്കൽ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചുപോയിരുന്നു. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ എന്തോ ഒരു അസുഖം ബാധിച്ച് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചുപോയിരുന്നു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തെന്നോ, മറ്റൊരു വിവാഹം കഴിച്ചു, രണ്ടാനമ്മ. അങ്ങനെ രണ്ടാനമ്മയാണ് വളർത്തിയത്. വളർന്നു വലുതാവുന്നു. ആ കൊച്ചു പയ്യന് രണ്ടാനമ്മയിൽ നിന്നും സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം പോലെ കിട്ടിയില്ല. ആ ഒരു സ്നേഹം അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ രണ്ടാനമ്മ അവനെ സ്നേഹത്തോടെ വളർത്തി. അവനൊരു യുവാവായി. അങ്ങനെ അവൻ യുവാവായപ്പോൾ അവന്റെ അപ്പൻ അവനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കുന്നു. അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോലും അവൻ വിവാഹം കഴിച്ച പെൺകുട്ടിയിൽ നിന്നും അവൻ ഏറെ പ്രതീക്ഷിച്ച ആ ഒരു സ്നേഹം അവന് കിട്ടിയില്ല. ആ ഭാര്യയും എന്ത് ചെയ്തെന്നോ, തെറ്റായ ഒരു വഴിയിലൂടെ പോയി. അപ്പോൾ ഈ സഹോദരന് ഒരു ദേഷ്യം, ഒരു നീരസം. ഞാൻ പറഞ്ഞ അവൾ കേൾക്കുന്നില്ല, എനിക്ക് വേണ്ട സ്നേഹം അവൾ തരുന്നില്ല. അവളെ കാണുമ്പോ തന്നെ ഇവന് കോപം, അവളെ കാണുന്നത് തന്നെ ഇവന് ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും ഇവളെ അടിക്കണം, തൊഴിക്കണം, ചവിട്ടണം. കോപം മൂർധന്യാവസ്ഥയിലായി. ഇങ്ങനെ ഇവൾ തെറ്റായ പാതയിൽ പോകുന്നല്ലോ എന്ന്. പക്ഷെ ഒരു ക്ഷണം ചിന്തിച്ചു. എന്താ ചിന്തിച്ചതെന്നോ, ഇവളെ വിട്ടാൽ എനിക്ക് വേറെ വഴിയില്ല, എന്നെ സ്നേഹിക്കാൻ മറ്റാരുമില്ല, എന്നെ നോക്കാൻ മറ്റാരുമില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നു. എങ്കിലും അതിനുശേഷം അവന്റെ ഉള്ളിൽ വീണ്ടും അതേ ചിന്ത തന്നെയാണ് വരുന്നത്. എങ്കിലും ഇവൻ എന്തൊക്കെ പരിശ്രമിച്ചിട്ടും ഇവളെ ആട്ടി പുറത്താക്കിയാൽ നമുക്ക് വേറെ വഴിയില്ലല്ലോ, കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെയാണ് അവൻ വിചാരിച്ചത്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ, മനസ്സിന്റെ ആഴത്തിൽ അവളോട് ദേഷ്യവും കോപവും. ഭാര്യയെ സ്നേഹിച്ചാലും, സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചാലും, സ്നേഹം പ്രകടിപ്പിച്ചാലും മനസ്സിന്റെ ആഴത്തിലൊരു ദേഷ്യമുണ്ട്. ഇവൾ എന്നെ ചതിച്ചവളല്ലേ, എന്നെ വഞ്ചിച്ചവളല്ലേ, എന്നോട് ഇവൾക്ക് സത്യത്തിൽ ഒരു സ്നേഹവുമില്ല, എന്നെ വഞ്ചിച്ചിട്ട് ഇവൾ തെറ്റായ പാതയിലൂടെ പോയവളല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കുറെ ദിവസം അങ്ങനെ കടന്നുപോയി. ആ ഭാര്യയ്ക്കൊരു മാരകമായ അസുഖം പിടിപെട്ടു.
ഇപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ്, ഞാൻ ഇവളെ ശിക്ഷിക്കണമെന്നില്ല, ദൈവം തന്നെ ശിക്ഷ കൊടുത്തല്ലോ. ഇവൾ എന്നെ ഇത്രയും കാലം വഞ്ചിച്ചില്ലേ, ദൈവം തന്നെ അവൾക്ക് അതിനുള്ള ശിക്ഷ നൽകി എന്ന് അവന്റെ മനസ്സിൽ തോന്നുന്നു. ഞാൻ മിണ്ടാതിരുന്നാൽ പോലും ദൈവം അവളെ വിട്ടില്ല, അവൾക്ക് ശിക്ഷ കൊടുത്തു എന്ന്. അസുഖം പിടിപെട്ട് കുറെ നാൾ അങ്ങനെ കിടന്നിട്ട് ആ സഹോദരി മരിച്ചുപോയി. അവർ മരിച്ചു പോയിട്ട് പോലും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു ദേഷ്യം മാറിയതേയില്ലെന്ന് ആ ചിന്ത ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, മനുഷ്യന്റെ ആ കോപം പകരം വീട്ടണമെന്നുള്ള ചിന്ത, സ്വന്തം ഭാര്യ മരിച്ചിട്ട് പോലും ആ ഒരു കോപം അയാളുടെ മനസ്സിനെ വിട്ടുമാറിയില്ലെന്ന്. അത്രയ്ക്കും വലിയ ഒരു ക്രോധവും ദേഷ്യവും പകരം വീട്ടണമെന്നുള്ള ചിന്തയും ഉണ്ടായി എന്ന്. അതുകൊണ്ടാണ് യഹോവ മനുഷ്യനോട് ചോദിക്കുന്നത്, നീ കോപിക്കുന്നത് വിഹിതമോ എന്ന്. കണ്ടില്ലേ, ആ മനുഷ്യൻ കർത്താവായ യേശുവിന് തന്റെ ജീവിതം സ്വയം സമർപ്പിച്ചതിനാൽ ആ കോപം എന്ന സ്വഭാവം ആ മനുഷ്യനെ വിട്ടു പുറത്തുപോയി എന്ന്. ആ ഭാര്യ മരിച്ചുപോയതിനു ശേഷം കർത്താവിന് തന്റെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കോപവും നീരസവും തണുത്തു എന്ന്. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഏതോ ഒരു കാര്യത്തിനായി ആരോ ഒരാളുടെ മേൽ, ഒരുപക്ഷെ സ്വത്തിന്റെ പ്രശ്നമായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, ഭാര്യാഭർത്തൃ പ്രശ്നമായിരിക്കാം, സഹോദരങ്ങൾക്കിടയിൽ പ്രശ്നമായിരിക്കാം, അയൽ വീട്ടിൽ പ്രശ്നമായിരിക്കാം, ബന്ധങ്ങളിൽ പ്രശ്നമായിരിക്കാം, ദേഷ്യം, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണോ, ഉറക്കം വരുന്നില്ലേ, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പകരം വീട്ടണം, പ്രതികാരം ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കുകയാണോ? ആ ദുരാത്മാവിന് ഇടം കൊടുക്കരുത്. അതൊരു സ്പിരിറ്റാണ്, ഒരു ആത്മാവാണ്, നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ആരായിരുന്നാലും ശരി, യഹോവ പറയുകയാണ്, നീ കോപിച്ചിരിക്കുന്നത് വിഹിതമോ, അത് നല്ലതല്ല, അത് ഉപേക്ഷിക്ക്. ആ ദേഷ്യം തണുക്കണം. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം കൊണ്ട് നടക്കരുത്. എന്നുവെച്ചാൽ ആ ദേഷ്യത്തെ തണുപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. അവന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് തന്നെ ആ ദേഷ്യം കർത്താവ് തണുപ്പിക്കും. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടില്ലേ? നിങ്ങളൊക്കെ ആരായിരുന്നാലും ശരി, ഏതോ ഒരു കാര്യത്തിൽ നീരസം, പ്രതികാര ചിന്ത, ക്രോധം, കോപം, നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം, നിയന്ത്രിക്കാനാവാത്ത ക്രോധം, നിയന്ത്രിക്കാനാവാത്ത ഒരുതരം പ്രതികാര ചിന്ത, എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ അനുസരിക്കുകയില്ല, ഞാൻ വിചാരിച്ചത് നടത്തും, ഇത് ചെയ്തേ അടങ്ങൂ എന്നുള്ള വാശിയല്ലേ നിങ്ങൾക്ക്? ഇന്ന് ആ ചിന്ത ഉപേക്ഷിക്കുക. കർത്താവിന്റെ വചനം പറയുന്നു. അവൻ ചോദിക്കുന്നു, കോപിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണെന്നോ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇത്രത്തോളം ദേഷ്യപ്പെടുന്നില്ലേ? നീ എന്തുമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ദേഷ്യപ്പെട്ടാൽ നിന്റെ സ്ഥിതി എന്താകും, നിന്റെ ജീവിതം എന്താകും എന്ന് കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അവൻ അത്രയ്ക്ക് സഹിഷ്ണുതയുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവം. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം കണ്ട് സഹിച്ച് ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം സാധ്യമാക്കാൻ ശക്തിയുള്ള ഒരു ദൈവം. നമ്മുടെ തെറ്റുകളെയും കുറവുകളെയും സഹിച്ചും ക്ഷമിച്ചുമിരിക്കുന്ന ദൈവം. മനുഷ്യനോട് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവനോട് പ്രതികാരം ചെയ്യണം, പകരം വീട്ടണം. കർത്താവ് പകരം വീട്ടിയാൽ പിന്നെ നമ്മൾ ഉണ്ടാവുമോ? നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കർത്താവിങ്കൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവിനോട് പറയുക. കർത്താവ് ആ സ്വഭാവം വേരോടുകൂടി പിഴുതെറിയുന്നതാണ്. മനസ്സിൽ നിന്നും അത് പിഴുതെറിയും. കർത്താവ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരും. നമ്മൾ സ്വയം ദേഷ്യപ്പെടാനും പാടില്ല, മറ്റുള്ളവരോടും ദേഷ്യപ്പെടാൻ പാടില്ല. യെശയ്യാവ് 41 അധ്യായം 11 വചനം നിങ്ങൾ നോക്കൂ. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. ഇവിടെ വചനം വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ സ്വയം ദേഷ്യപ്പെട്ടാൽ മറ്റുള്ളവരുടെ മേൽ ദേഷ്യപ്പെടാനും അത് ഇടയാക്കുന്നില്ലേ? അവരോടും കർത്താവ് പറയുന്നു, കർത്താവിന്റെ വചനം പറയുന്നത്, കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും, നശിച്ച് ഇല്ലാതായി പോകുമെന്ന്. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ സ്വയം ദേഷ്യപ്പെടരുത്, മറ്റുള്ളവരോടും ദേഷ്യപ്പെടരുത്. മറ്റുള്ളവരോട് ഒരിക്കലും നമ്മുടെ ദേഷ്യം കാണിക്കരുത്. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ദേഷ്യം കാണിച്ചാൽ നമ്മൾ ലജ്ജിച്ച് നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് വേണോ? ഇങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ആവശ്യമുണ്ടോ? വേണ്ട. ദൈവമക്കളെ, ദയവ് ചെയ്ത് ഇന്ന് യേശുവിന്റെ ഈ വചനങ്ങൾ കേൾക്കുന്ന ആരായിരുന്നാലും ശരി, നിങ്ങൾ ഇന്നൊരു പക്ഷേ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു ചിന്തയോടെയാണോ ജീവിക്കുന്നത്? അരുത് ദൈവമക്കളെ. പകരം വീട്ടരുത്. ക്രോധിക്കുന്നത് എന്തിനാണ്? കോപിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഇതൊക്കെയാണോ ഒരു നേട്ടം? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? യാതൊന്നുമില്ല. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വന്ന് നോക്കുക. അതാണ് നേട്ടം, അതായിരിക്കണം ലക്ഷ്യം. അതാണ് യഹോവ നൽകുന്ന അനുഗ്രഹം. ഇന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ? കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം.
സ്നേഹമുള്ള കർത്താവേ, ഈ മനോഹരമായ വേളയ്ക്കായി സ്തോത്രം. ഈ വചനങ്ങൾ കേട്ട് സ്വയം സമർപ്പിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവെ, ഇന്ന് ലോകത്ത് പലരും കോപത്തോടുകൂടി, നിയന്ത്രിക്കാനാവാത്ത ക്രോധത്തോടും പ്രതികാര ബുദ്ധിയോടും, കർത്താവെ, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു യുവാവായാലും സഹോദരനായാലും സഹോദരിമാരായാലും കർത്താവെ, അങ്ങയുടെ പാദങ്ങളിൽ ഈ മക്കളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി കർത്താവെ അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിരിക്കുകയാണ്. ഈ നീരസം അകറ്റാൻ കർത്താവിന് കഴിയും യേശുവേ. ഈ ദേഷ്യം ഉണ്ടാക്കുന്ന ദുഷ്ടനായ ആത്മാവിന്റെ പ്രവൃത്തികളെ അങ്ങ് ക്രൂശിൽ വിജയിച്ചിരിക്കുകയാണ് യേശുവേ. അതിലൂടെ അങ്ങ് വിജേതാവായിരിക്കുന്നു യേശുവേ. അങ്ങയുടെ ഈ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ അങ്ങ് സർവശക്തനാണ്. കർത്താവിന്റെ ശക്തി ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇറങ്ങുമാറാകട്ടെ. ഒരു മാറ്റം ഉണ്ടാകുമാറാകട്ടെ. പകരം വീട്ടുന്ന ചിന്ത നശിച്ചു പോകട്ടെ. കർത്താവെ, ഏതോ ഒരു പ്രശ്നത്തിനായി ആരോ ഒരാളോട് പ്രതികാരം ചെയ്യണം, കർത്താവെ, ആരോ ഒരാളെ നശിപ്പിക്കണം, ആരോ ഒരാളെ ഇല്ലാതാക്കണം എന്ന് പ്ലാൻ ചെയ്യുന്ന ഇവരുടെ ചിന്തകളെല്ലാം നശിച്ചു പോകട്ടെ. ഈ മനുഷ്യരെ വിട്ട് അതെല്ലാം ഒഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറ്റമുണ്ടാകട്ടെ. എങ്ങനെ ഞാൻ മാറി, എങ്ങനെയാണ് ഈ ദേഷ്യം എന്നെ വിട്ടു പോയത് എന്നിവർ പറയുമാറാകട്ടെ. ഈ മക്കളുടെ ഉള്ളിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങങ്ങനെ ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നല്ല ഒരു മാറ്റം കൊണ്ടുവരുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ജീവനുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.